ഹലോ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുട്ടി ഡെസ്ക് മേക്ക് ഓവറാണ് കേട്ടോ. ഇത് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഡെസ്ക് കുറച്ചും കൂടി ഈസ്തറ്റിക് ആക്കണം എന്നുള്ള കാര്യം. അപ്പോൾ യൂട്യൂബ് ചാനലും കൂടി തുടങ്ങിയപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഇത് വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളും കുറച്ച് DIYസും അതൊക്കെ കൂട്ടിയിട്ടുള്ളൊരു സ്മോൾ ഡെസ്ക് മേക്ക് ഓവർ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഡെസ്കിൽ ആദ്യം തന്നെ ഉണ്ടായ സാധനങ്ങളൊക്കെ എടുത്തൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഡെസ്കിൽ ആദ്യം ഉള്ളതും ഇനി വെക്കാൻ പോകാനുള്ള കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. ഇതൊരു അലാറം ക്ലോക്കാണ്. ഇത് പക്ഷേ അലാറം അടിയില്ല, ഇത് നിമ്രൻ്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണപ്പോൾ പൊട്ടിപ്പോയതായിരുന്നു. നിമ്ര എൻ്റെ സിസ്റ്ററാണ് കേട്ടോ. പിന്നെ 2 പെൻ ഹോൾഡർ, ആൽക്കഹോൾ മാർക്കേഴ്സും സ്റ്റേഷനറീസും ഒക്കെ ഉള്ള, പിന്നെ ഒരു സ്കെച്ച് പെൻസും അതൊക്കെ വരുന്നൊരു ട്രിങ്കറ്റ് ഡിഷ് ഉണ്ട്. പിന്നെ ഒരു ജേർണലുണ്ട്, ജേർണലല്ല ഒരു സ്കെച്ച് ബുക്ക് ഉണ്ട്. പിന്നെ ഒരു നോട്ട് പാഡിൽ ഇങ്ങനെ ഹോംവർക്കും അസൈൻമെൻറ്റ്സൊക്കെ നോട്ട് ചെയ്യാൻ. ഇത് ഞാൻ കൂർഗി പോയപ്പോൾ വാങ്ങിയിട്ടുള്ള ഒരു ജാപ്പനീസ് ഡോളാണ്. പിന്നെ ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയൊരു പ്ലാന്റ് പോട്ടിൽ കുറച്ച് പ്ലാന്റൊക്കെ വെച്ചിട്ടുള്ളത്. ഈ ടുലിപ്പ് ലാമ്പ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലാമ്പ്. ഇത് യൂസ് ചെയ്ത് ഇതിൻ്റെ ലൈറ്റൊക്കെ ഡിമ്മായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിന് അഡീഷണലായിട്ട് ആഡ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റിൽ നമ്മുടെ പെയിൻറ്റ് ബോട്ടിലുണ്ടല്ലോ, അത് പ്ലാന്റ് ഇറക്കി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് ലാസ്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഇത് ഞാൻ ചെയ്തൊരു പ്ലാന്റ് അനുസരിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ലാസ്റ്റോട്ട് വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടിരുന്നില്ല. കാരണം എൻ്റെ മനസ്സിൽ വന്നത് അങ്ങനെ നമ്മുടെ കുറച്ചും കൂടി ഒരു തിക്നെസ് ഉണ്ടായിരുന്നു. ബട്ട് ഇതെനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ചെയ്ത ഡെസ്ക് മേക്ക് ഓവർ നോക്കുമ്പം ഇത് എത്രയോ കുറച്ചും കൂടി ഒരു ഫീൽഡും കുറച്ചും കൂടി ഒരു ഈസ്തറ്റിക് പോലെയും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതാണ് ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പെട്ടെന്ന് വീഡിയോ എടുത്തതായിരുന്നു. അപ്പോൾ എനിക്ക് മര്യാദയ്ക്ക്, കാരണം ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ലേറ്റ് ആക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇത് നമുക്ക് വാളിൻ്റെ കാര്യം നോക്കാൻ. അപ്പോൾ ഞാൻ ഇത് ആദ്യം ഉണ്ടാക്കി വെച്ച കുറച്ച് സാധനങ്ങളാണ്. ടൈം ടേബിൾ, നമ്മൾ സ്കൂൾ ടൈം ടേബിളുണ്ട്. പിന്നെ 2 പെയിൻറ്റിങ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു പെയിൻറ്റിങ് എൻ്റെ അബ്സല്യൂട്ട് ഫേവറേറ്റ് ആണ്. ഇതും ഫേവറേറ്റ് ഒക്കെയാണ്, ബട്ട് ഇത് ഞാനൊരു മീൻസ് റഫായിട്ട് ചെയ്തതാണുള്ളൂ. അടുത്തത് നമുക്ക് കുറച്ച് DIYs ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് 2 വിൻറ്റേജ് പേപ്പറോ അതോ ബ്രൗൺ പേപ്പറോ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു 5 ഡെക്കേഴ്സാണ് ഈ ഒരു 2 പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഇതെടുത്തിട്ട് ഇതിൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് ഉണ്ട്, ജോൾ. അപ്പോൾ ആ ഒരു ജോള് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സോങ്ങിൻ്റെ ഒരു മെമ്മറി പോലെ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു നമ്മളെല്ലാ വീഡിയോസും കാണുന്ന ഒരു മെമ്മോ പാഡ് പോലത്തെ ഒരു ഇത് സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ റിബൺ, ബോസ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. നമ്മുടെ സാറ്റൻ റിബൺ എടുത്ത് മടക്കി സംഭവം ചെയ്തത്. ഏകദേശം എല്ലാ ക്രാഫ്റ്റ് ചാനലും നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ഇനി ഞാനും കൂടി കാണിച്ച് ഉറപ്പിക്കാനേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ 2 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു പ്ലാനിലേക്ക് 2 ഉണ്ടാവും. നിങ്ങൾക്ക് വേണം എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ ഞാൻ കുറച്ച് മോട്ടിവേഷണൽ കോട്ട്സ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മളെ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടുണ്ടല്ലോ, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറക്കമില്ലാതെ വെക്കുന്നതാണ് സ്വപ്നം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നപ്പോൾ ഞാനത് ഇതൊരു മീൻസ് നമ്മളെ ഒരു അങ്ങനെയൊരു ആ സാധനത്തിന് എന്തോ പറയുമെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഗൈസ്, ഞാൻ മറന്നുപോയി. ആ ഒരു ഫോണ്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ പണ്ടൊരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലേ, നമ്മളെ മേലെ ഒരു ഫോണ്ടിൽ എഴുതി വെക്കുന്ന ആ ഒരു ഫോണ്ടാണ്. അതിൻ്റെ ഫോണ്ടിൻ്റെ പേര് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ നെക്സ്റ്റ് ഞാനിങ്ങനെ മോട്ടിവേഷണൽ കോട്ട്സ് ഉണ്ടാക്കുകയാണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എനിക്ക് എക്സാമിനൊക്കെ പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. ടൈം ലാപ്സിൽ അങ്ങ് എടുത്ത് കാണിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞ് നാക്കൊക്കെ ഉളുക്കി ഗൈസ്. ഇത് ഞാൻ ചെയ്യുന്നത് ഒരു ഓഗസ്റ്റ് 18 അല്ല 6 6 നമുക്ക് കണ്ണൂർ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചെയ്തതായിരുന്നു. അപ്പോൾ പിന്നെ അത് തേഴ്സ്ഡേ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ സ്പീഡ് ചെയ്തതായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടുന്നത്. എനിക്ക് ഇന്ന് എക്സാം കഴിഞ്ഞ്, ഇന്ന് ഓഗസ്റ്റ് 11. അപ്പോൾ ഇന്നത്തോടെ എൻ്റെ എക്സാംസൊക്കെ കഴിഞ്ഞു, മാഷാ അല്ലാഹ്. അപ്പോൾ നമുക്കിനി
നല്ല ക്രാഫ്റ്റ്സൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മുടെ മോട്ടിവേഷണൽ കോട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇല്ലേ, ഈ ട്രാൻസിഷൻ ജസ്റ്റ് ഒരു ഫണ്ണിനെടുത്തതാണ് കേട്ടോ. ഇത് ശരിയായിട്ടില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത്. ഇനി നമുക്ക് ഒട്ടിക്കൽ ചടങ്ങിലേക്ക് കിടക്കാം. എൻ്റെ കൈ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും കുറേ ടൈപ്പ് ചെയ്തതിന് വേണ്ടി വേസ്റ്റ് ആയിട്ടുണ്ടെന്ന്. ബട്ട് എനിക്ക് വാളത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല ഫുള്ളായിട്ട് 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ബട്ട് ഡെസ്കിൽ കുറച്ചും കൂടി നല്ലതായിട്ട് ചെയ്യാമായിരുന്നു എന്നൊന്ന് ആഗ്രഹമുണ്ട്. കുറച്ചും ഭയങ്കര കൺജസ്റ്റഡ് ആയിപ്പോയത് തോന്നി. കുറച്ച് മിനിമലായിട്ട് ചെയ്താൽ മതിയായിരുന്നു. പിന്നെ ഈ ഡെസ്കിൽ മൊത്തമായിട്ട് ഞാൻ വെച്ചത് ആകെ 2, 3, 4 എന്താണ് അതെന്തായിരുന്നു ഡെക്കേഴ്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് ആവശ്യമുള്ള സാധനമാണ്. ഇങ്ങനെ ക്ലോക്ക്, മാർക്കേഴ്സ്, ജേണൽ, അതൊക്കെ എനിക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ഞാൻ ഇത് ഒട്ടിക്കുന്ന സമയത്ത് ആദ്യം ഞാൻ വീഡിയോ എടുത്തപ്പോൾ ആ ടൈം ടേബിൾ മാത്രം കിടന്ന രീതിയിലായിരുന്നു എടുത്തത്. പിന്നെ ഞാൻ ഓർമ്മിച്ചത് ഇവർക്ക് കാണണമല്ലോ. അപ്പം ഞാൻ പിന്നെ അത് സെറ്റാക്കിയിട്ട് പിന്നെയും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വാളത്തെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, നല്ല എസ്തറ്റിക് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ ആ 3 കോഡ്സ് ഒട്ടിച്ചില്ല, 3 വലിയ ലെങ്തി ആയിട്ടുള്ള പോളറൈറ്റ്സ് പോലത്തെ, അത് കുറച്ചും കൂടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ സൈസിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ട്. ബട്ട് ഇത് ഞാൻ തിരക്കെടുത്ത് ചെയ്തതായതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ ഡെസ്ക് വെച്ച് നോക്കുമ്പം എനിക്കിത് എത്രയോ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടുലിപ്സിൻ്റെ ഈ ഒരു ടുലിപ്സ് അല്ല, ലോട്ടസിൻ്റെ ഒരു ഡ്രോയിങ്ങും പിന്നെ ഈ ഒരു നൈറ്റ് സ്കൈൻ്റെ ഡ്രോയിങ്ങും പിന്നെ മൈ ലൈഫ് മൈ സ്റ്റൈൽ മൈ ആറ്റിറ്റ്യൂഡ് ദ ബിഗ്ഗസ്റ്റ് റിവെഞ്ച് ഇസ് മാസീവ് സക്സസ്, പിന്നെ വാട്ട്സ് എ ഡ്രീം ഇഫ് ഇറ്റ് ടേൺസ് യുവർ ലൈഫ് ഇൻ ടു എ നൈറ്റ് മെയർ എന്നായിട്ടുള്ളൊരു കോട്ടും പിന്നെ APJ അബ്ദുൽ കലാം സാറിൻ്റെ ആ ഒരു കോട്ടും വൈബ് ആ ഒരു ടൈപ്പിലുള്ളത് 2 ബോസും എൻ്റെ സ്കൂൾ ക്ലാസ് ടൈം ടേബിളും ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അത്രയൊക്കെയുള്ള വാൾസിൽ ഡെസ്ക് മേക്ക് ഓവർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു ചെറിയ സ്പേസ് ഇങ്ങനെയൊക്കെ ആക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.